ഹലോ ഗൈസ്, നമസ്കാരം. പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഞാൻ റെഡിയൊക്കെ ആയി നമ്മൾ സിന്ദ്ര പോവുകയാണ്. ഇപ്പോൾ സമയം രാവിലെ എത്രയായി? 7:15 ആവുന്നതേ ഉള്ളൂ. സോ എനിക്ക് 7:45 അവിടെ എത്തണം. അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞില്ല, ഒരു ടൂറ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരും, അവരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നേരം വെളുത്തിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇരുട്ടാണ്. കുറച്ച് ലേറ്റായിട്ടൊക്കെ നേരം വെളുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഇനി സിന്ദ്രയുടെ കാഴ്ചകളാണ്. സോ എല്ലാവർക്കും വണ്ടർക്കാർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. Un aplauso para mami y papi, porque en verdad rompieron. സോ ഞാനിപ്പോൾ ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാം. സോ ഓൾറെഡി സമയമായി. ഇനിയിപ്പോൾ എല്ലാം ടാക്സി വല്ലതും എടുത്ത് ആ സ്ഥലത്തോട്ട് പോകണം, മീറ്റപ്പ് പോയിൻറ്റിലോട്ട് പോകണം. ഓൾറെഡി സമയം കഴിഞ്ഞു. സോ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നമ്മുടെ ടൂർ ഗൈഡ് വരാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ടാക്സി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കൽ ടാക്സി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊബറോ ബോൾട്ടൊക്കെ ഇവിടെ വർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു ബോൾട്ടാണ് എടുത്തേക്കുന്നത്, കാരണം അത് കുറച്ചുകൂടി ചീപ്പായിട്ട് തോന്നി എനിക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. സോ എൻ്റെ ടൂർ ഗൈഡ് വരാമെന്ന് പറഞ്ഞ സ്ഥലം ഇവിടുത്തെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഡ്രൈവാണ് എനിക്ക് കാണിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ലിസ്ബൺ നിങ്ങൾക്ക് കണ്ടറിയാം, ആൾക്കാരൊക്കെ ഇങ്ങനെ വർക്കിനൊക്കെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല, ഒരു 7:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ മെയിൻ റോഡിലേക്ക് വന്നപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ടൂർ ഗൈഡിനെ മീറ്റ് ചെയ്ത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, കാരണം ഞാനാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വണ്ടിയിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ സിന്ദ്രയെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ഹൈവേ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് പുള്ളി ലിസ്ബണിൻ്റെ കുറേ കാര്യങ്ങൾ 2 സൈഡിലായിട്ട് കാണുന്നതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത്. Microclimate of Sintra, because the mountain is a natural barrier to the cold, the clouds, the moisture. സോ ഗൈസ്, അങ്ങനെ സിന്ദ്ര എത്തിയേക്കാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് മുകളിൽ മൊത്തം ക്ലൗഡൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണിത്. അതിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ടൂർ ഗൈഡിൻ്റെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഫ്രണ്ടേ പോകുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം മഴയൊക്കെ പെയ്തൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥലം കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. ഒരു ഹില്ലി ഏരിയ കേട്ടോ. Normally it's used by even the city hall symbol are these 2 chimneys. The touristic promotions of Sintra, it's always the 2 chimneys. So I always say, if you show the chimneys to anyone in Portugal, just the chimneys, and ask what is this, everyone can recognize it. The chimneys of the national park. അങ്ങനെ ഗൈസ്, ഞാൻ സിന്ദ്രയിലാണ് ഇപ്പോൾ. ഇതാണ് സിന്ദ്ര ടൗൺ എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിയേക്കാണ് ഒരു മിസ്റ്റ് കണ്ടായിരുന്നോ? ആ മിസ്റ്റിൻ്റെ മുകളിലാണ് എൻ്റെ കാസിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സോ ഈ മിസ്റ്റ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷ്യൻ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഓഷ്യൻ്റെ ഇതും ആ ഒരു വിൻഡിൻ്റെ ഇത് കാരണം കൊണ്ട് ഒരു ക്ലൗഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും അവിടെ. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ ടൗണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മേജർ പാർട്ട് നമ്മുടെ ഇന്ത്യ വഹിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ വാസ്കോ ഡി ഗാമ നമ്മുടെ സംഭവം നമ്മുടെ ആയിട്ടുള്ള ട്രേഡ് കരാറുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടിയ ഇത് വെച്ചിട്ടാണ് ഈ ഒരു സിറ്റി അല്ലെങ്കിൽ ഈ ഒരു ടൗൺ ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇന്ത്യ മാത്രമല്ല, അപ്പോൾ ഈ പോർച്ചുഗീസ് നാവികർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയെങ്കിലും അതിനൊരു മേജർ പങ്ക് വെച്ച് നമ്മുടെ ഇന്ത്യയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സമ്പത്തിൽ നിന്നാണ് ഈ ഒരു ടൗൺ ഉണ്ടായിരിക്കുന്നത്.
ഇതിൻ്റെ ഒരു ഐക്കോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം പല കളറിലുള്ള ഈ ബിൽഡിങ്സും അതിൻ്റെ മുകളിൽ ഒരു ഹില്ലാണ്, ഒരു പച്ച ഒരു ഗ്രീനറി ഹില്ല്. അതിൻ്റെ മുകളിലൊരു കോട്ടയുണ്ട്. ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്ന് ഫുള്ള് ഈ മിസ്റ്റ് ഈ ക്ലൗഡാണ് ടച്ച് ചെയ്ത് പോകുന്നത് കണ്ടോ. ഒരു അടിപൊളി വിഷ്വലാണ് കേട്ടോ. സോ ഇവിടെ വരുമ്പോൾ ഈ സൈഡിൽ ഈ കാണുന്നത് സിന്ദ്ര നാഷണൽ പാലസ് ആട്ടോ. അതിന് മുകളിലൊരു ചിമ്മിനീസും കാര്യങ്ങളൊക്കെ കാണും. അത് ഒന്നുമില്ല, നമ്മുടെ ഈ കിച്ചണിൽ പാചകം ചെയ്യുമ്പോൾ ഉള്ള ഈ പുക കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചിമ്മിനീസ്. അത് ഒന്ന് ഇവിടെ എടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഇത് 14ാം സെഞ്ച്വറിയിലെ കാര്യമായിട്ടോ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ എക്സോസ്റ്റിനെ ഉപയോഗിച്ചിരുന്നത് അത് ചിമ്മിനിയാണ്. ഇപ്പോൾ അതേപോലെ ആ പാലസ് ഇരിക്കുന്നൊരു സ്ക്വയറായിട്ടോ. സോ ഇവിടെ പാലസിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു അടിപൊളി ഒരു വ്യൂ കാണാം നിങ്ങൾക്ക്. ഒരു ടൗണ് പോലെ. നേരെ കാണുന്നത് ഇവിടുത്തെ സിന്ദ്ര ടൗൺ ഹാളാണ് കേട്ടോ. അതിരിക്കുന്ന സ്ഥലം നോക്കി എന്ത് രസം നോക്കി. സോ ഇത് 1910 നിർമ്മിച്ച ഒരു ഗോതിക് ആർക്കിടെക്ചറിലുള്ള സ്ട്രക്ചറാണ്. സോ ഇതൊരു ഫങ്ഷനിങ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫീസാട്ടോ. സോ ഇതേപോലുള്ള ഈ ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റ്സ് ആട്ടോ. ലിസ്ബണിലെ എവിടെ വന്നാലും ഇതേപോലെ കയറ്റം ഇറക്കം തന്നെയാണ്. അതൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ. സോ ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും ഉള്ളതൊക്കെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞ് ബേക്കറീസും പിന്നെ ട്രഡീഷണൽ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ രാവിലെ എത്തിയതുകൊണ്ട് ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് കുറച്ച് വൈകിയേ തുറക്കത്തുള്ളൂ. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന കുറച്ച് പീക്ക് ടൈം നോക്കിയിട്ട് ഇതൊക്കെ തുറക്കാറുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം അടച്ചിട്ടേക്കാണ്. സോ അങ്ങനെ കുറച്ച് ലോക്കൽ വെൻഡേഴ്സും കാര്യങ്ങളും അവരൊക്കെ താമസിക്കുന്നതായിട്ടുള്ള സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ അത്. ഇതൊക്കെ എന്ത് പഴക്കമാണെന്ന് നോക്കിക്കേ. ഇവിടെ ഫുൾ ഇതേപോലെ കയറ്റം കേട്ടോ. ഇതിപ്പോൾ ഈ സ്ട്രീറ്റ് ഇങ്ങനെ ഓരോ ബ്രാഞ്ചായിട്ട് കയറി ഇങ്ങനെ മുകളിൽ ആ ക്യാസലിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഇവിടേക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫുള്ള് സ്ലിപ്പറിയാണ്. ഇതുപോലെ ഫുള്ള് ടൈല് പാകിയിട്ടുള്ള സ്ട്രീറ്റാണ് കംപ്ലീറ്റ്. എല്ലാം നല്ല പഴക്കം ചെന്ന് പിന്നെ കുറച്ച് സൈഡ് പായലൊക്കെ പിടിച്ചിട്ടുള്ള പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നോക്കിയേ, ഇതെന്താ, ഇത് ഓറഞ്ചാണോ ലെമണാണോ? ലെമൺ ആയിരിക്കും, കണ്ടിട്ട് ലെമൺ പോലെ ഉണ്ട്. വാ, നൈസ്, അടിപൊളി സ്ഥലം കേട്ടോ ഇത്. ഇച്ചിരി കുന്നും കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടെന്നെങ്കിലേ ഉള്ളൂ, പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഭയങ്കര കിട്ടിലം വ്യൂ. ഒരു എന്താ എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ക്യാമറ എവിടെ വെച്ചാലും ഫ്രെയിമാണ്, ആ രീതിയിലുള്ള സ്ഥലം. ഇതൊക്കെ നോക്കിയേ, ഫുള്ള് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ കയറി വരിക, കയറി പോവുക, ഇറങ്ങി പോവുക, എല്ലാം ഇങ്ങനെ ചെറിയ 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 സ്ട്രീറ്റ്സ് ആണ്. ഇതെല്ലാം അടിപൊളി. സോ നമ്മുടെ ഗൈഡ് 9:35 വന്ന സ്ഥലത്ത് തന്നെ മീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി 9:30 ആയി. ഞാൻ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ സ്ലിപ്പാവും കേട്ടോ. ഫുള്ള് ഈ ഇറക്കവും കയറ്റമല്ലേ. അപ്പോൾ ഈ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇച്ചിരി തണുപ്പുള്ള സ്ഥലം, എപ്പോഴും ഇങ്ങനെ ഒരു മിസ്റ്റ് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് കൂടെ മഴയും കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സ്ലിപ്പായി പോകും. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ പോയി നിൽക്കത്തുള്ളൂ. ഇതൊക്കെ നോക്കി, ഈ ഡോറൊക്കെ നോക്കി. വൈൻ ഷോപ്പാണ്, ട്രഡീഷണൽ ചെറിയ ലിക്വർ. ഇത് ഇവിടുത്തെ ഒരു മസ്റ്റ് സാധനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറിയ ലിക്വർ.
ഗൈസ് അപ്പോൾ തിരിച്ച് വീണ്ടും ടൂർ ഗൈഡിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ പാലസ് കാണാൻ പോകണം. അപ്പോൾ നടന്നാൽ പോകുന്നത് കേട്ടോ. അതിങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ച ഹില്ലില്ല, കറങ്ങി ഇങ്ങനെ നടക്കണം. അപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഷോർട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം. For example, the Incheti well. People say it was sort of a place of... ഇത് 1764 നിർമ്മിച്ച ഇവിടുത്തെ ഒരു 5-star ബൊട്ടീക്ക് ഹോട്ടലാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണിത്. ഭയങ്കര ഒരു ബൊട്ടീക്കായിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇത് ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. ഇത് റിയൽ ആണോ അത് ആർട്ടിഫിഷ്യൽ ആണോ എന്നറിയത്തില്ല. ഇത് കണ്ടിട്ട് ചെറിയൊരു ആർട്ടിഫിഷ്യൽ പോലെ ഉണ്ട്. ഫുള്ള് ഗ്രീനറി കേട്ടോ. നല്ല രസമാണ്. ഇതൊക്കെ കണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിലെ ഈ മതിലൊക്കെ പായൽ പിടിക്കുന്ന പോലെ. അപ്പോൾ അതേപോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കാം ഇവിടെ. കാരണം ഞാൻ വേറെ ഒരു യൂറോപ്പ് കൺട്രീസിലും ഇതേപോലെ ഇങ്ങനത്തെ പായൽ പിടിച്ചൊന്നും കണ്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു സൊവനിയർ വിളിക്കുന്ന പുള്ളിയുടെ കട, നല്ല സൗണ്ട്. സോ അങ്ങനെ നടന്ന് റഗല്ലേറ പാലസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് 1910 നിർമ്മിച്ച ഒരു പാലസാണ്. ഇത് ഭയങ്കര മിസ്റ്റിക്കായിട്ടുള്ള ഒരു പാലസ് എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇതിനകത്ത് ഒരു കണക്റ്റിംഗ് എന്നൊരു ടണലും ഒരു മിസ്റ്റിക് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനീഷ്യേഷൻ വെല്ലെന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കാണാൻ പറ്റും. ഒരു ഇങ്ങനെ സ്പൈറൽ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങി പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന ഇവിടുത്തെ കുറേ ഗാർഡൻസും ഒരു വാട്ടർഫോളിനൊക്കെ കണക്ട് ചെയ്യുന്ന ഭയങ്കര രസമായിട്ടുള്ള ഒരു ഫാൻറ്റസി വേൾഡ് പോലെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗൈഡ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. And these big tiles are from the 18th century on, because it became a strong tradition. It's still around today. We use a lot of tiles. Guys, if you cover the sun with your hands, you can already see. അങ്ങനെ അത്യാവശ്യം നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാണുന്നത് ചിമ്മിനിയാട്ടോ, മരത്തിൻ്റെ ഷേപ്പിലുള്ള ചിമ്മിനി. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളെല്ലാം പണ്ട് കാലത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ തീ വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ ഇങ്ങനെ പുക പോകും. ഇങ്ങനെയാണ് അലേർട്ട് അറിയിക്കുന്നത്. അതൊക്കെ മരത്തിൻ്റെ ആ ഒരു ഇതിൽ മരത്തിനകത്ത് ആ ചിമ്മിനി സംഭവം വച്ചേക്കുന്ന. വാ, നൈസ്. സോ ആക്ച്വലി ഇതിനകത്ത് കയറി വരുമ്പോൾ ഇങ്ങനെ വലിയ ഗാർഡൻ ആണെങ്കിലും ഓരോ സ്ഥലത്തിനും ഓരോ മിസ്റ്ററിക് ആയിട്ടുള്ള ബിൽഡിങ്സും ആർക്കിടെക്ചർ കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന ആർക്കിടെക്ചറിന് പോർട്ടൽ ഓഫ് ഗാർഡിയൻസ് എന്നാണ് പറയുന്നത്. ഇതൊരു ഇറ്റാലിയൻ ആർക്കിടെക്ചറായ ലൂയിഗി മനീനിയാണ് ഇത് നിർമ്മിച്ചത്. 1900-ലാണ് നിർമ്മിച്ചത്. ഒരു സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു കോട്ടയാണ്. നല്ല ഭയങ്കര ഒരു രസമാണ് കാണാൻ. They are the guardians of the entrance, right? So it's a symbolic portal between these two worlds. An old structure, traditional, typical from the Mesopotamian people. So from the Assyrians, from the Babylonians, they would build structures like this in an attempt to connect with the gods. It was a connection between heaven and earth, all right? അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഒരു വെല്ലുണ്ട്, ഇങ്ങനെ സ്പൈറൽ പോലെ താഴോട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ അതിനകത്തേക്ക് കയറാൻ പോകാം. സോ ഞാൻ ഈ വെല്ലിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇത് കഷ്ടിച്ച് ഒരാൾക്ക് പോകാനുള്ള സ്പേസ് അതിനുണ്ട്. സോ ആക്ച്വലി ഈ വെല്ല് എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള വെല്ലല്ല. എനിക്ക് എൻ്റെ ഭംഗി നോക്കി അടിപൊളിയല്ലേ. സോ ഇത് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള വെല്ലല്ല. ഇത് പണ്ട് ചില റിച്വൽസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ആക്ച്വലി ഇത് ചെന്നെത്തുന്ന ഒരു ടണലിലേക്കും പിന്നെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗാർഡനിലേക്കുമാണ് ഇത് അവസാനിക്കുന്നത്. ഇതിങ്ങനെ ഇറങ്ങിപ്പോയി കേട്ടോ. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. അതുപോലെ ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. തട്ടിപ്പൊളിയാണ്. അവിടെ നിന്ന് ഇവിടെ താഴോട്ട് ഇറങ്ങിയാണ്.
സോ ഈ കാണുന്ന ഈ ഡാർക്ക്നെസ് ഫിയറിനെയും ഡെത്തിനെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ താഴെ എത്തുമ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഓൾഡ് ലൈഫ് മാറി നമ്മൾ പുനർജനിക്കും എന്നാണ് ഇതിനെ റിച്വൽസ് പറയുന്നത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ചില കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ തരുന്ന ഒരു റിച്വൽസ് ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഫുള്ള് നനവ്. നല്ല തണുപ്പുണ്ടല്ലോ കിട്ടിയപ്പോൾ. ഇതിനകത്ത് ക്യാമറ വ്ളോഗിങ് ക്യാമറ ഒന്നും അതുകൊണ്ടല്ല, സോ ജസ്റ്റ് ഫോണിലെടുക്കാം. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം. വ്ളോഗിങ് ക്യാമറ അല്ല ഇവിടെ അല്ല, പക്ഷെ ഫോണിലെടുക്കുന്നതിനൊരു കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ മോളിൽ നിന്ന് വെള്ളം വീഴുന്നതാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് പായലാണ്. നമ്മൾ ഈ കാണുന്ന ഈ അതിമനോഹരമായ കാഴ്ച, നമ്മൾ ആ ഇറങ്ങി താഴെ വന്നിട്ടാണ് ആ ടണൽ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗാർഡൻ കാണുന്നത് കേട്ടോ. സോ എന്ത് അടിപൊളിയായിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഏത് വർഷം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഓർക്കണം. നല്ല ഗ്രീനറിയിൽ നമുക്ക് പുതിയൊരു വേൾഡിലേക്ക് വന്ന പോലെയാണ്. അപ്പോൾ അത് തന്നെയാണ് ആ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ലൈഫ് കഴിഞ്ഞ് പുതിയ ലൈഫിലേക്ക് വന്നു എന്നുള്ള സംഭവം കാണിക്കാനാണ് ഈ സംഭവം. ഞാൻ കൈസ് ടവറിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. താങ്ക് ഗോഡ് ഇന്ന് കൊടുത്ത അത്യാവശ്യം നല്ല വെയിലുണ്ട്. സോ ഇത് നമ്മൾ നേരത്തെ കണ്ട മറ്റേ പോർട്ടൽ ഓഫ് ഗാർഡിയൻസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കയറി നോക്കാം നമുക്ക്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. നൈസ്. നമുക്ക് എന്ത് ഫ്രെയിമെന്ന് നോക്കിയാൽ എൻ്റെ അടിപൊളി. ഇതാണ് ക്വിൻറ്റാടെ റെഗുലേറെ പാലസ് കേട്ടോ. അപ്പോൾ താഴെ ഒരു വ്യൂ അവിടെ നിന്ന് നേരത്തെ കണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട്. അടിപൊളിയല്ലേ സെറ്റ്. താഴെ ഒരു കഫേ ഒക്കെ ഉണ്ട്, ഗാർഡനൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ടവറുണ്ട്. അതിൻ്റെ മുകളിലാണ് കാസിൽ കേട്ടോ. അവിടെ കണ്ടോ ആ മേഘം ആ ഹില്ലിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ. നമുക്ക് അവിടെ പോകുമ്പോൾ അത് ഫീൽ ചെയ്യാൻ കേട്ടോ. നമ്മൾ നന്ദി ഹിൽസിലൊക്കെ പോകുന്ന പോലത്തെ, ബാംഗ്ലൂർ നന്ദി ഹിൽസിലൊക്കെ പോയിട്ടുള്ളവർക്ക് അതേപോലത്തെ ഒരു വൈബാണ്. സോ ഇതാണ് പാലസ് കേട്ടോ. ഇതും ഒരു കൈൻഡ് ഓഫ് ഗോതിക് സ്ട്രക്ചറാണ് കേട്ടോ. ഈ മുകളിലോട്ട് ഇങ്ങനെ കൂർത്തിരിക്കുന്ന സംഭവം കണ്ടോ. ഇത് ഗോതിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാലസ് ഇരിക്കുന്നതിൻ്റെ അവിടുത്തെ ഒരു ആംബിയൻസ് നോക്കിക്കേ. എവിടെ വെച്ചാലും ഫ്രെയിമാട്ടോ. ഒരു കറക്റ്റ് ഒരു ഫെയറി ടെയിൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു സംഭവം. അടിപൊളി. ഞാൻ പോർച്ചുഗലിനെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു ഗൈസ്. ഇറ്റ് ഈസ് നൈസ്. നല്ല കൂളാണ്. അത് നമ്മൾ ഈ ഒരുപാട് കാട്ടിനുള്ളിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, ആ ഒരു കൂൾ എഫക്റ്റാണ്. വെരി നൈസ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്.
നിങ്ങൾക്ക് പോർച്ചുഗൽ വരുന്നുണ്ടെങ്കിൽ ലിസ്ബൺ മാത്രം കവർ ചെയ്യാതെ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഒരുപാട് ഒന്നും ഇവിടെ നിൽക്കാനൊന്നും ഞാൻ പറയത്തില്ല. ഒരു ദിവസം ഒരു 1 ഡേ ടൂറ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ 1 ഡേ ടൂറ് കിട്ടും. 1 ഡേ ടൂർ എടുത്ത് വന്ന് ഈ സിന്ദ്രയും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും. സോ എന്തായാലും ഒരു വെർത്താണ് ആക്ച്വലി. പിന്നെ ഇച്ചിരി നടക്കാനുണ്ട്, നല്ല രീതിയിൽ നടക്കണം. കുറച്ച് കുത്തി കയറ്റവും ഇറക്കമൊക്കെയാണ്. അപ്പം നന്നായിട്ട് അതുപോലെ നല്ല ഷൂ മേടിച്ചിടാമെന്ന് നോക്കുക. ഇവിടെ സ്ലിപ്പാവും, നല്ല രീതിയിൽ സ്ലിപ്പാവും. അതൊരു ഇറക്കമായതുകൊണ്ട് പിന്നെ ഒരു മാർബിൾ പോലത്തെ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ല, അതേപോലത്തെ സംഭവങ്ങളാണ് കൂടുതൽ. അപ്പം നല്ല ഷൂ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ലിപ്പാവും. അപ്പോൾ അതും മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ വീണ്ടും താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് നിന്നെടുത്ത്. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാം കൂടെ ഒരു വീഡിയോ കാണിക്കുന്നതിനെ കുറിച്ചില്ല എന്തായപ്പോൾ. സോ ഇത് വിളിച്ച് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് അടുത്ത എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. ഇനി അടുത്ത് നമുക്ക് പെനാ പാലസ് കാണാൻ പോകുന്ന ഇതൊക്കെ വരുന്നുണ്ട്. സോ അത് നെക്സ്റ്റ് ഞാൻ എപ്പിസോഡായിട്ട് ഇടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.